എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓട്ടത്തിലാണ്. കാരണം നമ്മുടെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ലേറ്റ് ആയി. അപ്പോൾ ഓൾറെഡി ഓട്ടോ ബുക്ക് ചെയ്തിട്ട് ഞാൻ അതുകൊണ്ട് മുഖമൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഓഫീസിൽ പോയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇപ്പം ഇനി മുഖം ചെയ്യാൻ ഇവിടെ നിന്ന് ഈ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് തന്നെ ഞാൻ എൻ്റെ ജീവന് ഭീഷണിയായിട്ടാണ്. കാരണം അവിടെ എത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആയി കഴിഞ്ഞാൽ സീനാണ്. സോ വേഗം അങ്ങോട്ടേക്ക് പോകണം. റെഡിയായി. ഇന്ന് നമുക്ക് കുറച്ച് പരിപാടി. ഇന്ന് ഞാൻ ഓഫീസിൽ ഹാഫ് ഡേ ആണ്. കാരണം ഓഫീസ് ഡേ ഒന്ന് കാണിച്ചതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ശേഷം വേറൊരു പരിപാടിക്ക് വേണ്ടി ഞങ്ങളൊരു സ്ഥലത്ത് പോവാണ്. അപ്പം ഞങ്ങൾ മീൻസ് ഞാനൊരു സ്ഥലത്ത് പോകണം. അപ്പം നമുക്ക് എന്തായാലും ഇപ്പം ഓട്ടോയിൽ പോയിട്ട് വേഗം കയറാം, അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആകും. നമുക്ക് ഒരാളെ പെറുക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് റോഡിൽ പെറുക്കി കിട്ടിയതാണ്. അപ്പോഴത്തേക്കും മുടിയെന്നൊക്കെ എടുത്തങ്ങോട്ട് എറിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതാണ് അഞ്ജു. എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. സോ ഞങ്ങൾ രണ്ടുപേരും ലേറ്റ്. അതെ, റോൾ നമ്പർ 36, റോൾ നമ്പർ 37. അപ്പം ഞങ്ങൾ രണ്ടുപേരും ലേറ്റാണ്. ഇവിടെ നിന്ന് ഇപ്പം പെറുക്കി കിട്ടിയതാണ്. എന്തോ ഉടായ്പിന് വേണ്ടി രാവിലെ ഇറങ്ങിയതാണ്. എന്താണെന്ന് അറിയുന്നത്, എന്തോ ഉടായ്പിന് വേണ്ടി രാവിലെ ഇറങ്ങിയതാണ്. എന്താണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കണം. അപ്പം ഓട്ടോയിൽ നമ്മൾ നല്ല ട്രാഫിക് ഉണ്ട് രാവിലെ സമയമായതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓഫീസെത്തി നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ അധികം ലേറ്റ് ആയിട്ടില്ല. ഒരു 5 മിനിറ്റിലെ എന്തിനാന്നൊക്കെ പറയണേ. ലേറ്റ് ആയിട്ടില്ല, കറക്റ്റ് ടൈമിലാണ് എത്തുക. നമ്മൾ പൊതുവെ എപ്പോഴും നേരത്തെ എത്താറുണ്ട്. അപ്പോൾ നേരത്തെ എത്തുന്നവരെ ഇത് കറക്റ്റ് ടൈമായി. അപ്പോൾ ഉള്ളൊരു ടെൻഷനാണ്. അപ്പോൾ നമുക്ക് ഓഫീസിലേക്ക് ഇതാണ്. എന്താണ് അടി രാവിലെ തന്നെ അല്ലേ? രാവിലെ തന്നെ മുന്നിലൊരു ലോറി. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് ഇവിടെ തോന്നുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു വരിക. ആയും നോക്കിയോ കുറച്ചും ഇങ്ങോട്ടും ഓഫീസെത്തി. എല്ലാവരും വന്നോ? എല്ലാവരും ഇല്ല. ഫുൾ വേറെ സെറ്റപ്പിലാണല്ലോ. ഔട്ട്ഫിറ്റ് വേർത്തെന്ന് പറയുമോ? അച്ഛൻ്റെ പിന്നെ വാച്ച് എത്രയുണ്ട്? ഒരു മിനിറ്റ് എടുക്കട്ടെ. വാച്ച് എത്രയുണ്ട്? മാറി നിൽക്കാൻ പോട്ടെ. വാച്ച് ഇറക്കിയില്ല. പിന്നെ മോതിരം കണ്ടോ ഗൈസ്? അമ്പലത്തിൽ മേടിച്ചത് 50 രൂപ. നീ നിന്റെ അപ്പൊ ടോട്ടലൊരു 300 രൂപ വരുമോ? ടോട്ടലൊരു 300 രൂപ വരുമോ? 300 രൂപ വരും. നല്ല ഇന്ന് വെറൈറ്റി പാൻറ്റൊക്കെയാണ്. ഇത്രയും ദിവസം ഇല്ലാത്ത പോലെ. ബാക്കിയെല്ലാം ഓക്കെ. ഇതാണ് നമ്മുടെ മേക്കപ്പ് റൂം. കണ്ടില്ലേ? അപ്പം ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നല്ലോ. ഫുൾ എല്ലാം സെറ്റായിട്ടാണ് അവിടെ നിന്ന് ഓടി ഇറങ്ങിയത്. സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴാണ് മേക്കപ്പ് ഇടാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ ഓഫീസിൽ തന്നെ മേക്കപ്പ് റൂം ഉണ്ട്. കാരണം ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ടച്ചപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കും എന്തെങ്കിലും ഷൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് നമ്മളിവിടെ വന്നിട്ടാണ് റെഡി ആവാറുള്ളത്. ഇപ്പോൾ രാവിലെ ഇപ്പോൾ എന്താടി ഇത് മേക്കപ്പ് ബോക്സ് കമത്തി അല്ല, അവിടെ നിന്നാണ് കേൾക്കണേ. അവർ തന്നെയാണ് വിളിക്കണം. ഇവിടെ ഏത് സമയം ആരെങ്കിലൊക്കെ വിളിച്ചോണ്ടിരിക്കട്ടെ. എന്താ വെച്ചാൽ കോളോട് കോളാണ് ഇവളുടെ ഫോണിൽ എപ്പോഴും. എന്നെ ഒന്നും എൻ്റെ ഫ്രണ്ട്സ് ഒന്നും ഇങ്ങനെ ഒന്നും വിളിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് റെഡിയാവാം. ഇതെടുത്ത് അങ്ങോട്ട് വെക്കാം, ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, മുഖക്കിരിക്കണോ? ആ അതെ 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 അതെ. ഇത് ഇവര് കേൾക്കണം. എന്നിട്ട് ഇവര് വന്നിട്ട് ഇറങ്ങിയാൽ ഇവക്ക് ഭംഗിയാ, ഇവളേത് എന്നൊക്കെ പറഞ്ഞു വരും. അത് കേൾക്കാൻ നമ്മളിരിക്കണം. ഓക്കെ ഗായ്സ്, റെഡി ആവട്ടെ. റെഡി ആയി കഴിഞ്ഞു. കണ്ട രണ്ടുപേരും ഒരേ ലിപ്സ്റ്റിക്കാണ് ഇട്ടേക്കണത്. പക്ഷെ രണ്ടുപേരുടെ സ്കിന്നിലും ഡിഫറെൻ്റ് ആയിട്ടാണ് ഗൈസ് കിടക്കണത്. അപ്പം നമ്മൾ റെഡിയായി. നമുക്കിനി അങ്ങോട്ട് പോകാം. വേഗം റെഡി ആയി കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് നമ്മൾ റെഡി ആയി കഴിഞ്ഞു. അത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ലിപ്സ്റ്റിക്ക് ഇടാൻ ജസ്റ്റ് കണ്ണെഴുതുക, അത്രയും പരിപാടികളേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോയി ബാക്കി പരിപാടികളൊക്കെ നോക്കാം. ലിപ്സ്റ്റിക്കിന് കുറച്ച് ലേശം പൊട്ടി. ഇനി ഇന്നത്തെ ഒരു ഷൂട്ടിൻ്റെ ബാക്കി പരിപാടികൾ ഇപ്പോൾ നോക്കാൻ പോകണം. അപ്പോൾ നമുക്കത് പോയി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലഞ്ച് ടൈം ആയി. അപ്പം ഇവിടെ ഒരു ചേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ലഞ്ചിന് വേണ്ടി പോവാണ്.
പൊതുവേ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ലഞ്ചിന് പോകുന്നത്. പക്ഷേ ഇന്ന് ഓരോ ആൾക്കാർക്ക് ഓരോരു പണി ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇപ്പോൾ ലഞ്ചിന് പോകുന്നത്. എന്നിട്ട് പിന്നെ തിരിച്ച് വന്ന് കുറച്ച് ഇരുന്നിട്ട് എനിക്ക് പിന്നെ മറ്റേ സംഭവത്തിന് പോകണമല്ലോ. വൈകുന്നേരം ഒരു പരിപാടിക്ക് എനിക്ക് പോകാനുണ്ട്, ഒരു ഷോപ്പിംഗ് പരിപാടിയാണ്. സോ അത് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് അവിടെ പോകാമെന്ന്. അങ്ങനെ ബാക്കിലൊരാൾ ഇരിപ്പുണ്ട്, മൈൻഡ് ആക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അവർ വരുന്നുണ്ട് കേസ്. പോട്ടെ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തി. നമ്മൾ 2 ഹാഫ് ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ലൈം ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, ഇവൾക്ക് ലൈം ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞു. സോ ഇല്ല, സമ്മതിക്കില്ല, തരില്ല. ഏത് സമയം ഇവള് പറയത്തില്ല കേട്ടോ. ഇവള് വന്നിട്ട് ഇങ്ങോട്ട് കുടിക്കും. അപ്പോൾ നമ്മളിന്ന് കൊടുക്കുന്നില്ല. നല്ല ചൂടുണ്ട്, നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബിരിയാണി കഴിക്കാൻ മൂത്തിരിക്കുകയാണ്. ബിരിയാണി വന്നു, ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ലൈം ജ്യൂസ് വേറെ ലെവലാണ്, ഒന്നും പറയുന്നില്ല, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ തുടങ്ങും. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഞാനിവിടെ ഭയങ്കര ബഹളമാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കാം. നമ്മളിത് ഇറങ്ങി. ഇതാണെങ്കിൽ നമ്മൾ മറ്റേ വീട്ടിലേക്ക് പോവാണ്. അപ്പം അതിന് മുമ്പ് നമ്മുടെ ഇത് വന്നിട്ടുണ്ട്, കേശു ഭീമനൊക്കെ ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കാണാൻ പോകണമെന്നുണ്ട് പോകുന്ന വഴിക്ക്. കാരണം എനിക്ക് ഷോപ്പിങ്ങിന് എന്തായാലും പോകാൻ പോയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതുവഴി പോയി അവരെ കണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്നാണ് ഓർക്കണേ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ കയറിയിട്ട് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നതാണ്. വീട്ടിൽ വന്നപ്പം പപ്പ അവിടെ ഇരിക്കട്ടെ. പപ്പ ഉറങ്ങുമായിരുന്നു ഞാൻ വന്ന സമയത്ത്. അപ്പോൾ പെട്ടെന്ന് വാല് തുറന്ന് വന്നതാണ്. ഇത് വന്ന് പപ്പ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ തന്നെ ഇറങ്ങണം. ഞാൻ പറഞ്ഞില്ല, പോയിട്ട് മറ്റേ അവരെ പോയി കണ്ട് നേരെ പോയി ഷോപ്പിങ്ങിന് പോയിട്ട് വേണം തിരിച്ചു വരാൻ. ഇന്ന് കുറച്ച് പണിയുണ്ട് കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ കയറി ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണ്. നമ്മൾ സ്കൂട്ടർ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് കൈൻഡ് ഓഫ്. അപ്പം അതും കൂടെ ആയിട്ട് നമുക്കിപ്പോൾ സ്കൂട്ടർ എടുത്തിട്ട് പോകാനാണ് ഞാൻ ആലോചിക്കണത്. അപ്പം അങ്ങനെ പോയാലോ. അപ്പോൾ ഗൈസ് ഞാൻ ഡ്രസ്സ് മാറി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ലുക്കാണെന്ന് ഓർത്തു. വേറെ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് പോവാം. അപ്പോൾ ബൈ, ടാറ്റ, സി യു. അപ്പോൾ എൻ്റെ ഓട്ടോ വന്നിരിപ്പുണ്ട്. എന്തായാലും ഓട്ടോ കയറി വേഗം അങ്ങോട്ടേക്ക് എത്താം. എല്ലാം തിരക്കാണ് ഗൈസ്. ചില സമയത്ത് ഇങ്ങനെയാണ്, വേണ്ടാത്ത സമയത്ത് ഇങ്ങനെ 100 തിരക്കായിരിക്കും. ലിഫ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഡ്രസ്സ് ചുമ്മാ മാറിയതാട്ടോ. കാരണം ഞാൻ ഓർത്തു രാവിലെ തൊട്ടല്ലേ മാറിപ്പോയേക്കാണെന്നുള്ള രീതിയിൽ. ഇവന്മാരിത് ബാറിലേക്കാണോ വിളിച്ചതല്ലേ? കള്ളപ്പന്നികൾ. ചേട്ടാ അങ്ങോട്ട് മായബേ എങ്ങോട്ടാ? കള്ളപ്പന്നികൾ. നമുക്ക് നോക്കാം. ശരി, ഒന്നും അറിയാത്ത പോലെ എന്നൊക്കെ. ഇതൊരു റെസ്റ്റോറൻറ്റും കൂടെയാണ് ഗൈസ്, നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ നിൽക്കരുത്. റെസ്റ്റോറൻറ്റും കൂടെയാണിത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്നെ വിളിച്ചായിരുന്നു കുറച്ചും എവിടെയാന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം എത്തും, 10 മിനിറ്റിലെത്തുന്ന പറഞ്ഞേ. കണ്ട് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് അപ്പത്തിന് ഇറങ്ങണം. അപ്പം അമ്മേനെ കണ്ടിട്ട് കുറേ ആയി. കാരണം ഞാൻ പോയിട്ട് കുറേ ആയില്ലേ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബാംഗ്ലൂരിൽ മറ്റേ KMS ഫ്ലാറ്റിലുള്ള ആൾക്കാരാണ്. അപ്പൊ ലെറ്റ്സ് ഗോ. കാണിച്ചോ ഒരു പുതിയ ആള് വന്നിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഈ തെണ്ടി സർപ്രൈസ് ആയിട്ട് വന്നു ഗേസ്. അറിയത്തില്ലായിരുന്നു. ഇവന് ഓർമ്മയുണ്ടോ? നിന്നെ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ഓണം വ്ളോഗിലുണ്ടായിരുന്നു 1 വർഷം മുമ്പ്. അതിന് ശേഷം പോയതാണ് UK-ലോട്ട്. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ക്ഷീണിച്ച് എന്റെ കുഞ്ഞില്ലാണ്ടായി. 10-15 എന്ത് 25 കിലോ പറഞ്ഞു നീ? 25 കിലോ ആകെ തലയില് മുടി മാത്രമേ ഉള്ളൂ, തലയില്ല. തലയിലെ മുടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. അങ്ങനെ നമ്മുടെ അപ്പി UK-ന്ന് വന്നേക്കാണ് തിരിച്ച്. സർപ്രൈസ് ഗൈസ്, അൺഎക്സ്പെക്റ്റഡ്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ ഇപ്പം ആ ഷോപ്പിൽ എനിക്ക് പോയിട്ടാണെങ്കിൽ ഉണ്ടല്ലോ കുറേ സാധനങ്ങൾ എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഓർത്താണ്, ഞാൻ ഈ ഷോപ്പിൽ കണ്ടിട്ടുണ്ട് കുറേ. അപ്പോൾ ഞാൻ നേരത്തെ ഓർത്താണ് എനിക്ക് പോകണം. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കി ഒന്ന് സെറ്റപ്പ് ആക്കിയതിന് ശേഷം ഞാൻ തിരിച്ച് വന്നിട്ട് പിന്നെ വരെ കാണുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഫോട്ടോ കയറി അങ്ങോട്ട് പോകണം. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ മാലതി സിൽക്സിലാണ് കേട്ടോ വന്നിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ ഇപ്പോൾ എപ്പോഴും വെസ്റ്റേൺ വെയറാണ് വരുന്നത്. അപ്പോൾ എനിക്ക്
ഒരു മിനിറ്റ്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് കുർത്തീസ് അതുപോലെ തന്നെ കുറച്ച് സാരീസൊക്കെ, കാരണം നമ്മൾ ഓഫീസിലേക്ക് സാരി ഇട്ട് പോകണം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്ന് കുറച്ച് ഇവിടുത്തെ നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കല്യാണ ചേച്ചിയൊക്കെ അവൻ്റെ ഇവിടെ വന്നിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിട്ടാണ് നല്ല കളക്ഷൻ ഉണ്ടെന്ന് എനിക്ക് അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണാൻ നല്ല കിടന്നതായിട്ട്, അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയാണ് കളക്ഷൻ ഉള്ളത് നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ, കം ഓൺ, മാലതി സിൽക്ക് സ്റ്റാർ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ പോയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് മേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തതാണ് എത്തനിക് വെയർ എടുക്കാൻ വേണ്ടി. ഞാൻ ഈ പ്രിൻസ് ഇങ്ങനത്തെ അജ്രക് പ്രിൻസ് ആണ് ബേസിക്കലി, അതിൻ്റെ തന്നെ സാരി. ഇപ്പോൾ ഈ റെഡ് സാരി ആണെങ്കിലൊക്കെ ആ പ്രിൻറ്റിൻ്റെയാണ്. അപ്പം ഇതൊക്കെ എനിക്കിങ്ങനെ വീഡിയോ കണ്ട സമയത്താണെങ്കിലും തന്നെ ഞാൻ ഓർത്തിട്ടായിരുന്നു ഇതേമേ അടിപൊളിയാണല്ലോ, ഇത് എവിടെയാണ് സംഭവം. അപ്പോൾ നോക്കിയപ്പോൾ തൃപ്പൂണിത്തറയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ തൃപ്പൂണിത്തറയിൽ ആ വഴി പോയി ഷോപ്പ് ചെയ്യാൻ ഓർത്തത്. കാരണം നമ്മൾ എപ്പോഴും വെസ്റ്റേൺ വെയറാണ് ഓഫീസിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ചേഞ്ചൊക്കെ വേണമല്ലോ. നമ്മൾ കോളേജിൽ നിന്ന് വാങ്ങിയ കുർത്തി അല്ലാണ്ട് വേറെ ഇപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ ഈ പ്രിൻസ് ആണെങ്കിലും വേറെ തന്നെ രീതിയിലുള്ള പ്രിൻസ് അതുപോലെ സാരീസ് എല്ലാം ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്. അതിന് ശേഷം പിന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഫുൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ എ ലൈൻ കുർത്തീസ്, സ്ട്രേറ്റ് കുർത്തീസ്, ഷോർട്ട് ടോപ്സ്, അതും ഈ പ്രിൻസ് ആണ് ഗൈസ് ഇതിൻ്റെ ഇവരുടെ മെയിൻ ഹൈലൈറ്റ്. കണ്ടില്ലേ, ഇങ്ങനത്തെ സ്ലിപ്പ് സ്ലീവ് ആയിട്ടുള്ള ഷോർട്ട് ടോപ്സ് ഉണ്ട്. അതുപോലെ എല്ലാ ഐറ്റംസും ഇവിടുത്തെ എല്ലാ കുർത്തിക്കും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്യൂട്ടി ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ പ്രിൻ്റ് ആണെങ്കിലും ഇതിൻ്റെ ഡിസൈൻസ് എ ലൈൻ ആയിക്കോട്ടെ. അതുപോലെ ഇപ്പം ഈ ഔട്ട്ലെറ്റ് കാണുമ്പോൾ നമ്മൾ ഓർക്കും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന്. പക്ഷെ അല്ല ഗൈസ്, അവിടെ എത്തനിക് ടീഷർട്ട്സ് ആൻഡ് ഷർട്ട്സ് ഉണ്ട് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ജെൻസിനാണെങ്കിലും അവിടെ പോകാൻ പറ്റും. അതുപോലെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള സാരി ബ്ലൗസ് ഉണ്ട്. പിന്നെ ഈ സ്കേർട്ട് ആൻഡ് ടോപ്പ് ഇത് ഇവരെനിക്ക് മാച്ച് ചെയ്ത് തന്നെ കേട്ടോ ഇട്ട് നോക്കാൻ. അപ്പോൾ അജ്രകിൻ്റെ തന്നെ ഒരു സ്കേർട്ടും ഒരു ഷോർട്ട് ടോപ്പും കൂടെ ഇട്ടിട്ട് അതാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞു, പോയിട്ട് ഷോപ്പൊക്കെ ചെയ്തു. എൻ്റെ പോലെ ആക്ച്വലി ഞാനെപ്പോഴും വെസ്റ്റേൺ വെയർ ഇടുക എന്നാണല്ലോ നിങ്ങളുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ ഞാനിത് അവിടെ പോയി നോക്കിയപ്പോഴാണ് കുറേ നൈസായിട്ടുള്ള സംഭവങ്ങൾ, കുറേ നൈസായിട്ടുള്ള എന്താ പറയുക പ്രിൻസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കുറേ സാരീസ് ആണെങ്കിലും അജ്രക് ആ ഇതാണ് നമ്മുടെ എന്താ പറയുക ഡിസൈൻ എന്ന് പറയണത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കുറേ നല്ല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഇനി മടുത്ത് വയ്യാണ്ടായി നോക്കാം ഇനി. അപ്പോൾ എന്തായാലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനിനി ഡ്രസ്സൊക്കെ മാറി. ഞാൻ പറഞ്ഞല്ലോ അവർ വന്നിട്ടുണ്ട്, എന്താ പറയുക സർപ്രൈസ് ആയിട്ട് UK നിന്നപ്പോൾ ഞാൻ അവരെ കാണാൻ വേണ്ടി പോകണം ഇനി. അപ്പം ആ പരിപാടികളൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. മടുത്ത് ഫെഡപ്പ് മുകളിൽ കയറി ഇരിക്കും. മടുത്ത് ഫെഡപ്പ് ഒന്നും പറ്റിയില്ല. നമുക്ക് നാച്ചുറലായിട്ട് ആക്ട് ചെയ്യാം. അപ്പം കഴിഞ്ഞു ഗൈസ്. ഇനി ഞാൻ പോട്ടെ. അപ്പോൾ ശരി, ബൈ ബൈ, ടാറ്റ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.